കോഴിക്കോട് പേരാമ്പ്രയിൽ സംഘർഷത്തിനിടെ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. എന്നാൽ പോലീസ് കൊണ്ടുവന്നതല്ലാതെ മറ്റൊന്നും സ്ഥലത്തു നിന്നും കണ്ടെടുക്കാനാവില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. UDF പോലീസ് സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ MPക്കും പരിക്കേറ്റു. UDF പ്രവർത്തകനായ യുവാവ് പോലീസിനെതിരെ കടുത്ത അധിക്ഷേപ വർഷം നടത്തുന്ന ദൃശ്യം പുറത്തുവന്നിരുന്നു. പ്രകോപനത്തിന് പിന്നാലെ UDF പ്രവർത്തകർ നിന്നയിടത്തു നിന്നും പോലീസുകാർ നിന്ന സ്ഥലത്തേക്ക് സ്ഫോടക വസ്തു എറിയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പേരാമ്പ്ര ഇൻസ്പെക്ടർ P. ജംഷീദിന്റെ പരാതിയിൽ കേസെടുക്കുകയായിരുന്നു. ജീവന് അപായം വരുത്തണമെന്ന ലക്ഷ്യത്തോടെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞുവെന്നും പോലീസുകാർക്കിടയിൽ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചെന്നും FIR-ൽ പറയുന്നു. കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് സംഭവസ്ഥലത്ത് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തിയത്. UDF പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നത് CPIM-ന്റെ തിരക്കഥയെന്നായിരുന്നു കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാറിന്റെ പ്രതികരണം. ദൃശ്യങ്ങൾ വ്യാജമാണ്. UDF പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഈ കാര്യങ്ങളൊക്കെ CPM-നും പോലീസിനും സർക്കാരിനും എതിരായി മാറുന്നുവെന്ന് കണ്ടപ്പോൾ UDF പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞുകൊണ്ടാണ് ആരോപണം ആദ്യം ഉന്നയിക്കുന്നത്. സംഭവം നടന്ന് 3-ാം ദിവസം ഉന്നയിച്ച ഈ ആരോപണത്തിന്റെ തിരക്കഥയിൽ ഇപ്പോൾ പോലീസ് അഭിനയിക്കുകയാണ്. CPM തിരക്കഥയിൽ പോലീസ് അഭിനയം നടത്തുന്ന കാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയിലെ UDF പോലീസ് സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റിരുന്നു. മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെയാണ് ഷാഫിക്കെതിരെ ഉദ്യോഗസ്ഥർ ലാത്തി പ്രയോഗിച്ചത് എന്ന് റൂറൽ SP വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന MP കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടു. MPയെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. നടപടിയുണ്ടായില്ലെങ്കിൽ അടുത്തയാഴ്ച റൂറൽ SP-യുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. News 18 കോഴിക്കോട്.